ഇതാണ് കേട്ടോ നമ്മുടെ സുടുമോന് കൊടുക്കാനുള്ള മെഡിസിനുകൾ. ഇതിൽ 5 തരമാണ്. ഇതിപ്പോൾ 2 ദിവസം മുൻപ് പോയി വാങ്ങിച്ചതാണ് കേട്ടോ. മരുന്ന് വന്നിട്ട് പോയി മേടിച്ചതാണ്. ഇനിയിപ്പോൾ നൊക്ചൂറ സിറപ്പ് വരാനുണ്ട് കേട്ടോ. 2 കൂടി വരാനുണ്ട്. പിന്നെ എൻകുറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിക്സിൻ്റെ മരുന്ന് കൂടി വരാനുണ്ട്. പിന്നെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ മരുന്ന് കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലേശയിലും 1-2 കുപ്പി കൂടുതലേശ മേടിച്ച് വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസത്തേക്ക് അത് ഓർഡർ ചെയ്തുമ്പോഴേക്കും വരാൻ ലേറ്റ് ആവും. വീഡിയോയിൽ വന്നത് സുടുമോൻ്റെ മെഡിസിനുകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ 2 ദിവസം മുൻപ് വന്ന മെഡിസിനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് സെനോക്സ. ഇത് ഫിക്സിന് കൊടുക്കണതാണ് കേട്ടോ. ഇതിൻ്റെ 3 എണ്ണം വേണം ഒരു മാസത്തേക്ക്. ഇതേ അപ്പോൾ ഇതിൽ 3 ഇത് 3 എണ്ണം. പിന്നെ ഇത് നൊക്ചൂറ സിറപ്പ്. ഇതാണ് സുടുക്കൂട്ടന് ചെറിയൊരു സെഡേഷൻ കിട്ടുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൊക്ചൂറ സിറപ്പാണ് കേട്ടോ. ഇത് 2 ബോട്ടിലിപ്പോൾ വന്നിട്ടുള്ളൂ. ഒരു ബോട്ടിലും കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ അത് വന്നിട്ടില്ല. പിന്നെ ഇത് ലെവിപ്പില്ലാണ് കേട്ടോ. ഇത് ഫിക്സിന് കൊടുക്കണതാണ് ഈ മെഡിസിൻ. പിന്നെ 2 ബോട്ടിലും കൂടി വരാണ്ട്. ഇതാണ് ഈ ഞരമ്പിന് ഈ തലയിട്ടൊക്കെ അടിക്കുന്നതിനൊക്കെ കൊടുക്കുന്നത്, ഈ റിസ്നിയ എന്ന് പറഞ്ഞത്. ഇത് ഒരു ബോട്ടിൽ മേടിക്കാം. പിന്നെ ഇതും അതെ അർക്കാമിൻ. ഇതും അതെ ഈ ഞരമ്പിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നത്തിന് കൊടുക്കുന്നതാണ് കേട്ടോ, ഈ തലയിട്ടൊക്കെ അടിക്കുന്നതിന്. ഞാൻ ഈ മരുന്നൊക്കെ കൂടുതൽ ഓർഡർ ചെയ്ത് വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിന് തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ സുടുമോൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ ജനാല തുറന്നിട്ടിട്ട് അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇന്ന് നമുക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ സുടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എൻ്റെ തലയിടിക്കലും തലമുടി ഇരുന്ന് വലിക്കലും ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ വെളുപ്പിനെ തൊട്ട് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുടുമോൻ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര വാശിയായിരിക്കും. വാശി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് നമ്മുടെ മേത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ട് തല കൊണ്ടിട്ട് ഇങ്ങനെ അടിക്കണ ഒരു ഇതാണ് കേട്ടോ അവനത് അങ്ങനെ ആ മഴയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കേട്ടോ അവൻ. പേടിയല്ല കേട്ടോ അവന് സത്യത്തിൽ. ഇന്നിപ്പോൾ തുമ്മലും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര തുമ്മല. എന്താണെന്നറിയില്ല. അവൻ്റെ അച്ഛനും ഇതേപോലെ തന്നെയാണ്. അവൻ്റെ അച്ഛന് പിന്നെ അലർജിയാണ്. സുടുമോന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തുമ്മലുണ്ട്. തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മൂക്ക് ഭയങ്കരമായിട്ട് തിരുമ്മ, പിന്നെ ഭയങ്കര തുമ്മൽ വേണ്ട. ഇന്നിപ്പോൾ ഭയങ്കര തുമ്മലാട്ടാ. ഇന്നിപ്പോൾ വെളുപ്പിനെ എണീറ്റിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു വെളുപ്പിനെയൊക്കെ തൊട്ട്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ രാത്രിയൊക്കെ മഴ. ഇതേപ്പോൾ നമ്മുടെ സുടുകൂട്ടനാണ് ഈ തുമ്മലാട്ടോ. ഞാനപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇതെന്ന് നിങ്ങൾക്കറിയാലോ, മസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഈ മുടി പിടിച്ചിങ്ങനെ ഇരുന്ന് വലിക്കണ കാരണം കൊണ്ട് ഞാൻ 2-3 ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മുടി എൻ്റെ കയ്യിൽ. അപ്പം അതൊക്കെ നമുക്കിങ്ങനെ അത്രയധികം സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ പിടിച്ച് ഈ കടക്കേന്ന് ഇങ്ങനെ പോരുമ്പോഴുള്ളൊരു വേദനയുണ്ടല്ലോ. അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. പിന്നെ തന്നെയല്ല, വിഷമം തന്നെയല്ല, ഭയങ്കര തലവേദനയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്. തീരെ അങ്ങോട്ട് അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് എനിക്ക് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. കെട്ടി വെച്ചാലും അവൻ പിടിച്ചിങ്ങനെ വലിക്കും കേട്ടോ. ഈ ചെന്നിമൊന്നൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകും സത്യത്തിൽ. എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പോയി കേട്ടോ ഒന്ന് സത്യത്തിൽ. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മക്കളുടെ ഓരോ സാഹചര്യം, പിന്നെ അവരുടെ ഓരോ ബുദ്ധിമുട്ടും വയ്യായും ഒക്കെ കണ്ട് ഇത്ര വർഷമൊക്കെ എത്തി. അപ്പോൾ ഇന്നിപ്പോൾ തുമ്മലാണ് കേട്ടോ സുടുക്കൂട്ടനെ. ഇപ്പോൾ അവിടെ അടുത്ത് ഇങ്ങനെ കെടുത്തിക്കാണ്. അപ്പോൾ അവിടെ ഇരുന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കെടുക്കണുണ്ട്. ചോറൊക്കെ കുറച്ചേശം മടിയുണ്ട് കേട്ടോ. പല്ലുവേദനയാണെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. ഇപ്പോൾ പല്ലുവേദന ഒന്നായിട്ട് തോന്നണില്ല. ഇന്നിപ്പോൾ ചോറൊക്കെ കൊണ്ടു മിടുക്കനൊക്കെ ആയിട്ടുണ്ട്. അതേ മരുന്നൊക്കെ കുടിച്ചു. നല്ലൊരു ചെറിയൊരു തണവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത്തിരി കട്ടിയുള്ള ബനിയനെ ഇടിച്ചു കേട്ടോ. അപ്പോൾ കൈയൊക്കെ പിടിച്ചതിനെ കിടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ തുമ്മൽ വരുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് വലിയ സുഖമൊന്നുമില്ല. ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അമ്മയും അവിടെ അച്ഛനൊക്കെ ഉമ്മർത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അവരെ 2 പേരെയും വീഡിയോയിൽ വിളിച്ച് കഴിഞ്ഞാൽ വരില്ല. 2 പേരും വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അവരങ്ങനെ വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത്. ഇതാണ് അവരെ ഞാൻ ഇടാത്തത്. ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അതാണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അവരങ്ങനെ കാണിക്കാത്തത്. അവരെങ്ങനെ ചെറിയൊരു ഷോർട്സിലൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.